ഞാൻ ഡോക്ടർ അഞ്ജു. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് സ്ത്രീകളിലെ ഗർഭാശയത്തിലെ മുഴകളെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ഒരുപാട് പേർക്കും അറിയാം, നമ്മളൊരു യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് എല്ലാ ഗൈനക്കോളജിസ്റ്റും ആദ്യം സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അബ്ഡോമിനൽ സ്കാൻ അല്ലെങ്കിൽ പെൽവിക് സ്കാൻ, USG സ്കാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു USG സ്കാനിനായിട്ട് പോയി അവിടുന്ന് നമുക്ക് സ്കാനിങ് കഴിയുമ്പോൾ ഒരു റിസൾട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് പേരെങ്കിലും ഇത് കണ്ടിട്ട് ഒന്നും മനസ്സിലാവാതെ എന്നാൽ കുറച്ച് സംഖ്യകൾ കാണും. 5 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1.2 × 3.2 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സംഖ്യകൾ കാണും. അപ്പോൾ ഈ സംഖ്യകളെല്ലാം കൊണ്ട് കണ്ടിട്ട് നമുക്ക് ആകെ ഒരു ടെൻഷനും ഒരു വെപ്രാളവും ഒക്കെ ആയിരിക്കും. അടുത്ത ദിവസം ഡോക്ടറെ കണ്ടിട്ട് ആ ഡോക്ടർ എന്താ പറയുന്നതെന്ന് അറിയുന്നവരേക്കും ഒരു ടെൻഷനായിരിക്കും. അപ്പോൾ ഈ ഗർഭാശയ മുഴകളെ പറ്റിയിട്ട് ജസ്റ്റ് നമുക്കൊന്ന് അറിഞ്ഞിരിക്കുന്നതും ആ USG സ്കാൻ റിസൾട്ടിൽ നമുക്ക് കിട്ടുന്ന ആ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്ന കുറച്ച് ടെർമിനോളജീസ് നമ്മളൊന്ന് പരിചയപ്പെട്ടിരിക്കുന്നതും നമുക്ക് നല്ലതാണ്. നമ്മുടെ ഈ സ്ട്രെസ് കുറയാനും നമ്മുടെ ആൻസൈറ്റി കുറയാനും നമ്മുടെ ബോഡിയെ പറ്റിയിട്ട് കുറച്ചൊരു അവയർനെസ് ഉണ്ടായിരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗർഭാശയ മുഴകളെ പറ്റിയിട്ടാണ്. അത് എത്ര തരമുണ്ട്, അത് എപ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, എങ്ങനെയൊക്കെ നമുക്കതിനെ ട്രീറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ ഗർഭാശയം എന്നൊരു അവയവത്തെ പറ്റിയിട്ട് സ്ത്രീകളിലുള്ള. അപ്പോൾ ആ ഗർഭാശയത്തിന് ഇപ്പം ഞാൻ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, ശ്രദ്ധിച്ചിരിക്കുക. ആ ഗർഭാശയത്തിന് 3 ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ഉള്ളിലുള്ള ലെയർ എന്ന് പറയുന്നത് നമ്മളുടെ എൻഡോമെട്രിയം എന്ന് പറയുന്ന ഒരു ലെയറാണ്. അതിന് നടുക്കായിട്ടുള്ളത് മസിൽ ലെയറാണ്, അത് മയോമെട്രിയം എന്ന് പറയും. അതിന് പുറത്തുള്ള ലെയറിന് പെരിമെട്രിയം എന്ന് പറയും. അങ്ങനെ 3 ഒരു ലെയേഴ്സ് ആണ് നമ്മുടെ ഗർഭപാത്രത്തിനുള്ളത്. ഞാൻ ഒരു പടമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്, കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയായിരിക്കും നമ്മളുടെ ഒരു ഗർഭാശയം ഏകദേശം, കേട്ടോ. വരയിൽ അത്ര പ്രാവീണ്യം ഇല്ലാത്തത് കൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അത്രയും കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ ഒരു പിക്ചറിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മുടെ ഗർഭാശയത്തിനെ കുറിച്ചൊന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. ഇത് നമ്മുടെ ഗർഭാശയമാണ്. ഇത് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബ്സ്, ഇവിടെ നമ്മുടെ ഓവറീസ് ഉണ്ടാവും. ഇത് നമ്മുടെ ഗർഭാശയത്തിന്റെ ഏറ്റവും ഉള്ളിലായിട്ടുള്ള ഒരു ലെയറാണ് ഈ പച്ചയിൽ വരച്ചിരിക്കുന്നത്. നമ്മൾ എൻഡോമെട്രിയം എന്ന് പറഞ്ഞോളൂ. പിന്നെ ഇതിന് നടുക്കുള്ള ഈ ലെയർ, ഈ ഒരു ഭിത്തി എന്ന് പറയുന്നത് മയോമെട്രിയം, അതായത് മസിൽ ലെയർ എന്ന് പറയും. ഇതിന് പുറത്തായിട്ടുള്ളത്, ഏറ്റവും പുറത്തുള്ളത് പെരിമെട്രിയം എന്ന് പറയും. അങ്ങനെ 3 ലെയേഴ്സ് ആണ്. അപ്പോൾ യൂട്രസിനെ കുറിച്ച് ചെറിയൊരു ധാരണ നമുക്കായിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് USG റിപ്പോർട്ടിൽ നമ്മൾ സ്ഥിരമായി കാണുന്ന കുറച്ച് ടെർമിനോളജീസ് ഉണ്ട്. അതായത് നമ്മൾ കാണുന്നത് പോലെ ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ്സ് എന്ന് ചിലപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കും, സബ് സീറോസെൽ ഫൈബ്രോയിഡ്സ് എന്ന് എഴുതിയിട്ടുണ്ടാവും, സബ് മ്യൂക്കോസെൽ ഫൈബ്രോയിഡ്സ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ 3 ടേംസ് ആണ് നമുക്ക് മിക്കപ്പോഴും കൺഫ്യൂസ്ഡ് ആവുന്നത്, നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നത്, പേടിക്കുന്നത്, കാര്യം എന്താണെന്ന് അറിയാതെ. അപ്പോൾ ഒരുപാട് തരം ഫൈബ്രോയിഡ്സ് ഉണ്ട്. ഇത് മെയിനായിട്ട് നമ്മൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷൻ മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ഒരു അറിഞ്ഞിരുന്നാൽ മതി. ഇതിൽ കൂടുതലായിട്ട് നമ്മുടെ ഗൈനക്കോളജിസ്റ്റ് നമുക്ക് പറഞ്ഞു തരും. പക്ഷേ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നമുക്കൊരു ജനറൽ അവയർനെസ്സിന് വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ്, അതിന് നമ്മൾ ഷോർട്ടായിട്ട് IM ഫൈബ്രോയിഡ് എന്ന് പറയും. സബ് സീറോസെൽ ഫൈബ്രോയിഡിന് നമ്മൾ SS ഫൈബ്രോയിഡ് എന്ന് പറയും. സബ് മ്യൂക്കോസെൽ ഫൈബ്രോയിഡിന് നമ്മൾ SM ഫൈബ്രോയിഡ് എന്ന് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് ഫോംസ് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. എപ്പോഴും നമ്മൾ ഓർക്കുക, നമ്മുടെ ഈ ഫൈബ്രോയിഡ് നമുക്ക് പ്രശ്നമുണ്ടാക്കുന്നത് അതിൻ്റെ സൈറ്റ് വെച്ചിട്ടാണ്. അത് എവിടെയാണ്, യൂട്രസിൻ്റെ ഏത് ഭാഗത്താണ് നമുക്ക് ഈ മുഴകൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വെച്ചിട്ടാണ് നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. എപ്പോഴും ഫൈബ്രോയിഡിൻ്റെ സൈറ്റാണ് നമുക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത്, നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഫൈബ്രോയിഡ്സിൻ്റെ ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അത് ഏത് സൈറ്റിലാണ്, യൂട്രസിൻ്റെ ഏത് സൈറ്റിലായിട്ടാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ബേസിസിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഇതിപ്പം കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡിനെ പറ്റിയിട്ട് പറയാം. ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ് എന്ന് പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു ഫൈബ്രോയിഡാണ്, അതായത് ഗർഭാശയ മുഴയാണ്. ഈ എല്ലാ ഫൈബ്രോയിഡും, എല്ലാ ഗർഭാശയ മുഴകളും ആദ്യം ഉണ്ടാവുന്നത് ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ് അല്ലെങ്കിൽ IM ഫൈബ്രോയിഡ് ആയിട്ടാണ്. അത് എവിടെ ഉണ്ടാകുന്നതെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അത് നമ്മളുടെ യൂട്രസിൻ്റെ ഞാൻ പറഞ്ഞു, ഉള്ളിലുള്ളത്, ഏറ്റവും ഉള്ളിലുള്ള എൻഡോമെട്രിയം, നടുക്കുള്ള ലെയർ മയോമെട്രിയം, അതിന് പുറമേ ഉള്ള ലെയർ പെരിമെട്രിയം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എല്ലാ ഫൈബ്രോയിഡും ഒറിജിൻ ചെയ്യുന്നത് ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ് ആയിട്ടാണ്. അത് ഫോം ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഈ മയോമെട്രിയം, അതായത് മിഡിൽ ലെയർ.
യൂട്രസിന്റെ 3 ലെയറിലെ നടുക്കത്തെ മയോമെട്രിയം മസിൽ ലെയറിലാണ് ഈ ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ് നമുക്ക് ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ പടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഏതാണ് ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ് എന്ന്? ഇതാണ് ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ്. ഞാൻ പറഞ്ഞതുപോലെ നടുക്കത്തെ മസിൽ ലെയർ, മിഡിൽ ലെയറിലാണ് ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ് എന്ന് എഴുതിയിരിക്കുന്നത്, IM ഫൈബ്രോയിഡ് എന്ന് എഴുതിയിരിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ? ഇനി ഇതിനകത്ത് ഞാൻ കുറെ ആരോസ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇട്ടിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, ഈ ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ് ആയിട്ട് ഉണ്ടാവുന്ന മുഴകൾ ആദ്യം ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ് ആയിട്ട് ഉണ്ടാവുന്നു. ഇനിയാണ് ഇതിന്റെ പ്രശ്നം തുടങ്ങുന്നത്. ഇത് കുറച്ച് നാൾ കഴിയുമ്പം ഇതിന് വളരാൻ തുടങ്ങും. ഫൈബ്രോയിഡ്സ് നമുക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന എപ്പോഴാണ്? അത് വളരാൻ തുടങ്ങുമ്പോഴാണ്. അപ്പോൾ ഈ ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ് ചിലപ്പോൾ ഇത് യൂട്രസിന് ഉള്ളിലേക്ക് വളരും, ചിലപ്പോൾ ഇത് യൂട്രസിന് പുറമേക്ക് വളരും, ചിലപ്പോൾ ഇത് ഇവിടെ തന്നെ ഇരുന്ന് വളരും. അപ്പോൾ ഇത് എങ്ങോട്ടാണ് വളരുന്നത് എന്നതിനെ ആശ്രയിച്ചിട്ടാണ് ഇതിന്റെ അടുത്ത ക്ലാസിഫിക്കേഷൻ വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഇൻട്രാമ്യൂറലിനെ പറ്റി നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് സബ് മ്യൂക്കസൽ ഫൈബ്രോയിഡിനെ പറ്റിയിട്ടാണ്. ഇതാണ് സബ് മ്യൂക്കസൽ ഫൈബ്രോയിഡ്. കാണുന്നുണ്ടല്ലോ, SM എന്ന് എഴുതിയേക്കുന്ന ഇതാണ് നമുക്ക് സബ് മ്യൂക്കസൽ ഫൈബ്രോയിഡ്. സബ് മ്യൂക്കസൽ ഫൈബ്രോയിഡിനകത്ത് ഞാൻ ആരോ ഇട്ടിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇങ്ങോട്ടേക്ക് യൂട്രസിന്റെ ഉള്ളിലേക്കാണ് ഞാൻ ആരോ ഇട്ടിരിക്കുന്നത്. അതിനർത്ഥം എന്തായിരിക്കും? ഈ ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ് ആയിട്ട് ഫോം ചെയ്തിരിക്കുന്ന ആ ഫൈബ്രോയിഡ് ഇവിടെയും അത് ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ് ആയിട്ടാണ്, ആ മസിൽ ലെയറിൽ ഫോം ചെയ്ത മുഴയാണ്. ആ മുഴ ഇപ്പം വളർന്നുകൊണ്ടിരിക്കുന്നത് യൂട്രസിന്റെ ഉള്ളിലേക്കാണ്, യൂട്രസിന്റെ അകത്തേക്കാണ്. അപ്പൊ അങ്ങനെ അകത്തോട്ട് വളരുന്ന മുഴയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് സബ് മ്യൂക്കോസൽ ഫൈബ്രോയിഡ് എന്ന്. ആ മുഴയാണ് ഒരുമാതിരിപ്പെട്ട വലിയ പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാക്കുന്ന മുഴ. അതിനെ പറ്റിയിട്ട് ഞാൻ വീണ്ടും പറയാം. ഇപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് പരിചയപ്പെടുത്താം ആദ്യം. അപ്പൊ ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ് നമ്മൾ പഠിച്ചു, മനസ്സിലായി. അടുത്തത് നമ്മൾ സബ് മ്യൂക്കോസൽ ഫൈബ്രോയിഡിനെ പറ്റി പറഞ്ഞു. യൂട്രസിന്റെ ഉള്ളിലേക്ക് വളരുന്ന മുഴയാണ് സബ് മ്യൂക്കോസൽ ഫൈബ്രോയിഡ് അല്ലെങ്കിൽ SM ഫൈബ്രോയിഡ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്തത് SS ഫൈബ്രോയിഡ് ആണ്. ഞാൻ എഴുതിയിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ, SS ഫൈബ്രോയിഡ്, അതായത് സബ് സീറോസെൽ ഫൈബ്രോയിഡ് എന്ന് പറയും. ഇതെന്താണെന്ന് മനസ്സിലാക്കിയോ? ഈ ആരോ കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? ഈ യൂട്രസിന്റെ പുറത്തേക്കല്ലേ ഞാൻ ഈ ആരോ വരച്ചേക്കുന്നത്, ഈ ലൈനിങ്ങിന് പുറത്തേക്ക്. അപ്പം ഈ ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ് ഈ മസിൽ ലെയറിൽ നിന്ന് അതിന്റെ പുറത്തേക്കുള്ള ലെയറിലേക്ക്, അതായത് പെരിമെട്രിയം, അതായത് പുറത്തേക്ക് വളരാൻ തുടങ്ങുന്നതിനെയാണ് നമ്മൾ സബ് സീറോസെൽ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് മനസ്സിലായോ? ഒന്നുകൂടി പറയാം. മസിൽ ലെയർ, ആ മിഡിൽ ലെയറിൽ, അതായത് മയോമെട്രിയത്തിൽ തന്നെ ഇരുന്ന് വളരുന്ന ഫൈബ്രോയിഡിനെ നമ്മൾ ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ് എന്ന് പറയും. യൂട്രസിന് ഉള്ളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഫൈബ്രോയിഡിനെ നമ്മൾ സബ് മ്യൂക്കസ് ഫൈബ്രോയിഡ് എന്ന് പറയും. യൂട്രസിന് പുറത്തേക്ക് വളരുന്ന ഫൈബ്രോയിഡിനെ നമ്മൾ സബ് സീറോസെൽ ഫൈബ്രോയിഡ് എന്ന് പറയും. അപ്പോൾ ഈ 3 ടെർമിനോളജീസ് ആയിരിക്കും നമ്മൾ എപ്പോഴും കാണുന്ന ഈ നമ്മുടെ USG സ്കാനിൽ എപ്പോഴും ഡോക്ടേഴ്സ്, റേഡിയോളജിസ്റ്റ് ഒക്കെ എഴുതി വിടുന്നത്. അപ്പോൾ ഈ മുഴകൾ എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഇനി അടുത്തത്, ഈ മുഴകളിൽ ഏതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള, ഏറ്റവും കോംപ്ലിക്കേഷൻസ് നമുക്ക് തരുന്നതെന്ന് പറയാം. ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ ആദ്യം തന്നെ നമുക്ക് IM ഫൈബ്രോയിഡ്. ഇപ്പം തന്നെ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവല്ലോ. മനസ്സിലായില്ലേ കൊല്ലും, ഞാൻ ഒരുപാട് തവണ പറഞ്ഞു. IM ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് മിഡിൽ ലെയറിൽ ഫോം ചെയ്യുന്ന ഫൈബ്രോയിഡ് മുഴയാണ്. അപ്പോൾ ഈ മുഴകൾ എങ്ങനെയാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, മസിൽ ഫൈബർ എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസ് എല്ലാ പ്രാവശ്യവും മെൻസ്ട്രേഷൻ സമയത്ത് യൂട്രസ് ഇങ്ങനെ കൺട്രാക്റ്റും റിലാക്സും ചെയ്താണ് നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ഷെഡിങ്, എൻഡോമെട്രിയം ആണ് നമ്മുടെ ഉള്ളിലുള്ള ലെയറാണ് ഷെഡ് ചെയ്ത് പുറത്തേക്ക് പോകുന്നത്. കൂടെ ബ്ലഡ് അതിൻ്റെ ലെയേഴ്സും ഒക്കെ ആയിട്ടാണ് നമുക്ക് മെൻസ്ട്രേഷൻ നടക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെ ഒരു മുഴ വളർന്നിരിക്കുകയാണ്. ഈ ഒരു കൺട്രാക്ഷൻ നടക്കേണ്ട ഈ ഒരു ഭാഗത്ത് ഒരു വലിയ മുഴ വന്നിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കൺട്രാക്ഷൻ പ്രോപ്പർ ആവില്ല. ഈ കൺട്രാക്ഷൻ പ്രോപ്പർ ആവാത്തപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? സിവിയർ പെയിൻ വരും, പിന്നെ കൂടുതൽ ബ്ലീഡിങ് വരും, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പോൾ ഇവിടെ തന്നെ ഇരുന്ന് വളരുന്ന ഈ മുഴകൾ നമ്മൾക്ക് ഒരു പരിധി വരേക്കും നമുക്ക് ചിലർക്ക് സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. ഫൈബ്രോയിഡിന്റെ മുഴകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചിലർക്ക് ഒരു ലക്ഷണങ്ങളും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഒരുപക്ഷെ IM ഫൈബ്രോയിഡോ അല്ലെങ്കിൽ SS ഫൈബ്രോയിഡ്, അതായത് പുറത്തേക്ക് വളരുന്ന മുഴകളോ ഒക്കെ ആയിരിക്കും. SS-നെ പറ്റിയിട്ട് കൂടുതൽ ഞാൻ പിന്നീട് പറയാം. IM ഫൈബ്രോയിഡ് ഇങ്ങനെയാണ്, അവിടെ തന്നെ ഇരുന്ന് വളരുന്ന മുഴകളാണ്. അപ്പം മുഴകളുടെ ഒരു സൈസ് എങ്ങനെയാണ് നമ്മൾ
കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഒരു 5 സെന്റിമീറ്റർ വരെയുള്ള മുഴകൾ നമ്മൾ സ്മോൾ ഫൈബ്രോയിഡ്സ്, ചെറിയ മുഴകൾ എന്നാണ് പറയുന്നത്. ഒരു 5 തൊട്ട് 10 സെന്റിമീറ്റർ വരെയുള്ള ഒരു മീഡിയം സൈസ്ഡ് മുഴകൾ എന്നാണ് പറയുന്നത്, മീഡിയം സൈസ്ഡ് ഫൈബ്രോയിഡ്സ് ആണെന്ന് പറയുന്നത്. 10 സെന്റിമീറ്ററിൽ കൂടുതലുള്ള ഫൈബ്രോയിഡ് ആണ് നമ്മൾ ബിഗർ ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്നത്, വലിയ മുഴകൾ എന്ന് പറയുന്നത്. പക്ഷെ എന്നാൽ പോലും അപ്പം നമ്മൾ ആലോചിക്കും 10 സെന്റിമീറ്ററിൽ കൂടുതലുള്ള ഫൈബ്രോയിഡ്സ് അല്ലേ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അതാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന്. അതാ ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞത്, സൈസിന്റെ കാര്യത്തിലല്ല ഫൈബ്രോയിഡ്സ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, അത് എവിടെ ഇരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. അപ്പോൾ ഈ ഒരു IM ഫൈബ്രോയിഡിന്റെ കാര്യം നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. സങ്കല്പിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ഈ ഫൈബ്രോയിഡ് ഒരു 5 സെന്റിമീറ്റർ വരെ നമുക്ക് വലിയൊരു പ്രശ്നം ഉണ്ടാക്കത്തില്ല, പൊതുവേ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല, ചെറിയ മുഴകളായിട്ട് തന്നെ അവിടെ ഉണ്ടാവും. പക്ഷെ ചിലർക്ക് ഇതൊരു 5 സെന്റിമീറ്റർ കഴിഞ്ഞ് ഒരു 8 സെന്റിമീറ്റർ 7 സെന്റിമീറ്റർ ഒക്കെ ആവുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞതുപോലെ ഒരു മുഴ ഈ മസിൽ ലെയറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, അതിന്റെ കൺട്രാക്ഷനെ ബാധിക്കുന്നു, യൂട്രസിന്റെ അനാറ്റമിയെ ബാധിക്കുന്നു, അതിന്റെ ഒരു സ്ട്രക്ചറിനെ ബാധിക്കുന്നു. ഇവിടെ ഒരു വലിയ മുഴ ഫോം ചെയ്യുമ്പം ഈ യൂട്രസിന്റെ സ്ട്രക്ചർ നോർമലി ഒരു പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങും, അപ്പോൾ അതിനെ ബാധിക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾക്ക് എക്സസീവ് ബ്ലീഡിങ് വരുന്നത്, പെയിൻഫുൾ മെൻസ്ട്രേഷൻ വരുന്നത്, വയറിന് ബ്ലോട്ടിങ് വരുന്നത്, അങ്ങനെയുള്ള. പിന്നെ നമുക്ക് മൂത്രം ഒഴിക്കാൻ ചില പ്രശ്നങ്ങൾ, ഒരു കംപ്രഷൻ വന്നിട്ട് എപ്പോഴും മൂത്രം ഒഴിക്കാൻ തോന്നുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു IM ഫൈബ്രോയിഡിനെ കൊണ്ട് നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു 5 സെന്റിമീറ്റർ വരെയും ഇതൊക്കെ വലിയ പ്രശ്നം ഉണ്ടാവാറില്ല. പക്ഷെ 5 സെന്റിമീറ്റർ കഴിയുമ്പോഴൊക്കെ ഈ IM ഫൈബ്രോയിഡ് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ IM ഫൈബ്രോയിഡ് അതാണ് കണ്ടീഷൻ. ഇനി നമുക്ക് ഈ യൂട്രസിനുള്ളിലേക്ക് വളരുന്ന SM ഫൈബ്രോയിഡിനെ കുറിച്ചിട്ട് സംസാരിക്കാം. ഇത് കുറച്ച് പ്രശ്നക്കാരനാണ്. ഇതും IM ഫൈബ്രോയിഡിനെ പോലെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഫൈബ്രോയിഡാണ്. ഈ ഫൈബ്രോയിഡിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ ആരോ കാണിച്ചേക്കുന്നു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂട്രസിനുള്ളിലേക്ക് വളരുന്ന ഫൈബ്രോയിഡാണ്. അപ്പം യൂട്രസിനുള്ളിലേക്ക് വളരുന്ന ഫൈബ്രോയിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ യൂട്രസിനുള്ളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് നമുക്ക് വേണ്ടത്? ഇപ്പോൾ ഒരു മാരീഡ് ആയിട്ടുള്ള ഒരു കപ്പിളിനെ സംബന്ധിച്ച് ഈ യൂട്രസിനുള്ളിലുള്ള ഭാഗം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഏരിയ ആണ്. എന്താ? ഏരിയ ഫോർ കൺസെപ്ഷൻ. നമുക്ക് കൊച്ചിനെ വളർത്താൻ, ഒരു കുഞ്ഞ് വളർന്നു വരണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ, നമ്മൾ ആയുർവേദത്തിൽ ക്ഷേത്രം എന്ന് പറയും. അപ്പം ഈ ഒരു ഗർഭാശയത്തിലെ ഈ ഒരു ഭാഗമാണ് നമ്മളുടെ ഒരു കുഞ്ഞ് വളർന്നു വരേണ്ട ഒരു ഭാഗം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഫൈബ്രോയിഡ് വളർന്നു വന്നിരിക്കുകയാണ്, ഉള്ളിലേക്ക് വളരുകയാണ്. അതെന്ത് സംഭവിക്കും? അത് നമ്മളുടെ ഈ കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കും. അപ്പം കേട്ടിട്ടില്ലേ, ചിലർക്ക് അബോർഷൻസ് ഉണ്ടാവും. അതായത് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ ഉള്ളിൽ മുഴ ഉണ്ടായിരുന്നത് കൊണ്ട് അബോർഷനായി എന്നൊക്കെ കേൾക്കുന്ന ചില കേസുകളുണ്ടല്ലോ. അത് മിക്കപ്പോഴും ഈ SM ഫൈബ്രോയിഡിനെ കൊണ്ടാണ്. കാരണം ഈ കുഞ്ഞിൻ്റെ വളർച്ചയെ ഇതിൻ്റെ ഗ്രോത്ത് ബാധിക്കും. കാരണം ഈ പ്രഗ്നൻസി ഈ ഒരു ഫൈബ്രോയിഡ്സിന് ഗ്രോത്തിനെയും ഫേവർ ചെയ്യുന്നൊരു അറ്റ്മോസ്ഫിയറാണ്, ഒരു കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞ് വളരുന്നതിനൊപ്പം ഈ ഫൈബ്രോയിഡും വളരും. ചിലപ്പോൾ അത് കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കും, നമുക്ക് അബോർഷൻ പോലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പം ഈ SM ഫൈബ്രോയിഡ് നമുക്ക് ചിലപ്പോൾ ഈ ഒരു കൺസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഫൈബ്രോയിഡാണ് SM ഫൈബ്രോയിഡ്. അപ്പോൾ അതിന് നമ്മൾ ആ രീതിയിലൊന്ന് ട്രീറ്റ് ചെയ്യുക, മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഗൈനക്കോളജിസ്റ്റിനെ കാണുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും ഒരു ഇത് പറഞ്ഞു തരുന്നതിൻ്റെയും ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതിൻ്റെയും ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്, ഇതുപോലെ എന്തെങ്കിലും റിപ്പോർട്ട്സ് കണ്ടാൽ നിങ്ങൾക്ക് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലായിരിക്കുക, ഒരു ഡോക്ടറെ പോയി അത്യാവശ്യമായി കണ്ട് വേണ്ട ചികിത്സകൾ ചെയ്യുക എന്നുള്ളതാണ്. അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശവും. അപ്പോൾ ഇതാണ് SM ഫൈബ്രോയിഡ്. ഈ ഫൈബ്രോയിഡും നമ്മൾക്ക് അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാക്കും, നമ്മൾക്ക് വേദനകൾ ഉണ്ടാക്കും. പിന്നെ ഈ അമിതമായ രക്തസ്രാവം കാരണം നമുക്ക് അനീമിയ പോലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഒരുപാട് രക്തസ്രാവം നിൽക്കാതെ പ്രൊലോങ്ഡ് മെൻസ്ട്രേഷൻ ഉണ്ടാക്കും. അപ്പോൾ അത് കുറച്ച് കോംപ്ലിക്കേഷൻസ് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു ഫൈബ്രോയിഡാണ്, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഫൈബ്രോയിഡാണ്. ഇതിൻ്റെ സൈസ് ചെറുതാണെങ്കിലും ചിലപ്പോൾ നമുക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. ഇനി അടുത്തത് നമ്മൾ പറയാനുള്ളത് SS ഫൈബ്രോയിഡാണ്. SM ഫൈബ്രോയിഡ്, സംമ്യൂക്കസ് ഫൈബ്രോയിഡിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. യൂട്രസിന്റെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഫൈബ്രോയിഡിനെ കുറിച്ചാണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ പറയാനുള്ളത് SS ഫൈബ്രോയിഡിനെ കുറിച്ചാണ്, അതായത് സബ്സീറോസൽ ഫൈബ്രോയിഡ്, യൂട്രസിന് പുറത്തേക്ക് വളരുന്ന ഫൈബ്രോയിഡ്. ഇത് പൊതുവേ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഒരു 10 സെന്റിമീറ്റർ വരെ വളർന്നാൽ പോലും ഈ ഒരു ഫൈബ്രോയിഡ് നമുക്ക് പൊതുവേ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറില്ലെങ്കിലും ഒരു
പെട്ടെന്ന് വളരുകയും നമ്മളുടെ പെൽവിക് ഓർഗൻസ്, യൂട്രസിന് പുറത്തുള്ള അതർ ഓർഗൻസിനെ ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഫൈബ്രോയിഡ് ആണ്. എന്നിരുന്നാൽ പോലും മറ്റ് 2 ഫൈബ്രോയിഡുകളുടെ അത്രയും കോംപ്ലിക്കേഷൻസ് ഈ ഫൈബ്രോയിഡ്സ് ഉണ്ടാക്കില്ല. അതുകൊണ്ട് തന്നെ ചില പേഷ്യൻസൊക്കെ ഒരു 7 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നമ്മളത് വേറെ സിംറ്റംസ് ഒന്നും ഇല്ല, പ്രശ്നമൊന്നും ഇല്ലെങ്കിലും നമ്മൾ പറയും മരുന്ന് കഴിച്ചൊന്ന് മാനേജ് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം എന്ന് പറയും. ചിലപ്പോൾ അത് ഒരു ഏജ് വെച്ചിട്ട് നമ്മൾ പറയാറുണ്ട്. കാരണം മെനോപോസ് ഒക്കെ അടുത്തിരിക്കുന്ന ഒരു ഏജ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഫൈബ്രോയിഡ് SS ഫൈബ്രോയിഡ്, പുറത്തേക്കുള്ള ഫൈബ്രോയിഡ് ആണെങ്കിൽ അത് ചിലപ്പം ചുരുങ്ങിപ്പോവാനും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ അങ്ങ് പോകാനും ഒക്കെ സാധ്യതയുള്ള ഫൈബ്രോയിഡ് ആണ്. അപ്പം അതാണ് SS ഫൈബ്രോയിഡ്, യൂട്രസിന് പുറത്തേക്ക് വളരുന്ന ഫൈബ്രോയിഡ്. അപ്പോൾ അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ പൊതുവെ ഉണ്ടാക്കാറില്ല. എങ്കിൽ പോലും ചിലർക്ക് അത് ബ്ലീഡിങ്ങും മറ്റു ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. യൂട്രസിന് ചരിവുണ്ടാവാനും ഒക്കെ ഇടയാക്കാറുണ്ട്. ഈ ഫൈബ്രോയിഡ് മുഴകൾ അമിതമായിട്ട് വളർന്ന് ഭാരം കൂടി പിന്നെ അനീമിക് ആക്കാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ പറയുക, എന്ത് തരം മുഴയായാലും കോംപ്ലിക്കേഷൻസ് കുറവാണെന്ന് പറയുന്നെങ്കിൽ പോലും നമ്മൾ ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മുഴകളെ പറ്റിയിട്ട് ബേസിക് ആയിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതിൻ്റെ സൈറ്റ് എന്താണ്, അതിൻ്റെ പേരുകൾ എന്താണ്, അതിൽ ഏറ്റവും കൂടുതൽ അപകടകാരി ആരാണ്, എങ്ങനെയാണ് നമ്മളതിനെ ഒന്ന് സമീപിക്കേണ്ടത് എന്നൊക്കെയാണ് ഞാൻ ഒന്ന് പറഞ്ഞുതരാൻ ഉദ്ദേശിച്ചത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഇനിയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്തൊരു വീഡിയോയുമായിട്ട് അതിൽ കൂടുതലായിട്ട് നമുക്കിതിനെപ്പറ്റി ചർച്ച ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ബൈ.